ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. സോ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഞാൻ കോഴിക്കോട് വന്നിട്ട് ഇപ്പോൾ ഒരു 1 ഇയറായി. സോ ഞാൻ കോഴിക്കോട് വന്നിട്ട് കോഴിക്കോടിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കോഴിക്കോടിനെ കുറിച്ചൊരു വീഡിയോ എടുക്കണമെന്ന്. കാരണം ദിസ് പ്ലേസ് ഈസ് ഭയങ്കര ഒരു കംഫർട്ട് ഫീലിംഗ് ആണ് എനിക്കൊരു പ്ലേസ്. മീൻസ് എനിക്ക് ആദ്യം വന്നപ്പോൾ ഭയങ്കര ഹോം സിക്നെസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ എനിക്ക് ഈ ഒരു പ്ലേസ് ഒക്കെ നല്ല ഒരു നമുക്ക് ഏറ്റവും ടേസ്റ്റുള്ള ഒരു ഭക്ഷണം കഴിക്കുന്ന ആ ഒരു കംഫർട്ടാണ് എനിക്കൊരു പ്ലേസ്. സോ അത്രയും ക്ലോസ് ആണ്. സോ ഞാനിപ്പോൾ കുറച്ച് എനിക്കിഷ്ടമുള്ള ഞാനെപ്പോഴും സ്ഥിരം വരാറുള്ള കുറച്ച് പ്ലേസസൊക്കെ ചേർത്തിട്ട് ഒരു വീഡിയോ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ്, വലിയ കണ്ടൻറ്റൊന്നുമല്ല, പക്ഷെ ഒരു ചെറിയ വീഡിയോ ആണ്. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ഇറ്റ്. ബൈ. ഞാൻ കോഴിക്കോട് പഠിക്കാൻ എനിക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷെ ഞാൻ കോഴിക്കോട് ബീച്ചോ ഒന്നും നിങ്ങളെ കാണിച്ചിട്ടില്ല. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കോഴിക്കോട് ബീച്ച് ഫുഡ് എല്ലാം ഒന്ന് കാണിക്കാൻ നോച്ചു. അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഇപ്പോൾ പോകുന്നത് നമ്മൾ പിച്ചിറ ബിരിയാണി കഴിക്കാനാണ്. സോ സൗത്ത് ബീച്ചിൻ്റെ അടുത്താണുള്ളത്. നമുക്ക് അവിടെ ഞാൻ കുറ്റിച്ചിറയെന്ന് ബിരിയാണി കഴിച്ചിറങ്ങി. സോ ഞാനിപ്പോൾ ഒരു ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട്. സോ ദിസ് ഇസ് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. ഈ ഒരു വ്ളോഗ് എൻ്റെ യൂട്യൂബ് ചാനൽ ഇടാൻ കാരണം മീൻസ് ഐ വോണ്ട് ടു റിമൈൻഡ് മൈസെൽഫ് ഹൗ ഹാപ്പി ഐ വാസ്. ഇത്രയും നമുക്കിപ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും നമുക്ക് വന്നിരിക്കാൻ പറ്റിയ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. സോ ഇപ്പോൾ ഇവിടെ വരുന്ന എല്ലാവരോടും ചോദിച്ചാലും അവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഉണ്ടാവുന്നത്. സോ ഇവിടെ ഒരുപാട് കടകളുണ്ട്. നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയത്തില്ല. ഉപ്പിലിട്ടത് ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് കട. അപ്പോൾ നമ്മൾ പൈസ കൊണ്ടുവന്ന് നമുക്ക് ഇഷ്ടം പോലെ പൈസ പോകുന്ന വഴി അറിയത്തില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകും. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. പക്ഷെ ബാക്കിയെല്ലാം നോക്കുമ്പോഴത്തേക്കും അത് വളരെ ഒരു നല്ല ഇതാണ്. നല്ല രസമാട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന അതിലോട്ട് ഇവിടെ ഇരുന്നിട്ട് നല്ലൊരു വ്യൂ ആട്ടോ അവിടെ. അപ്പൊ കുറച്ച് ഭയങ്കര പീസ്ഫുള്ളാണ്. ഞാനിങ്ങനെ ഈ പീസ്ഫുൾ എന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഐ തിങ്ക് യു ഗേൾസ് വിൽ നോ വൈ ഐ എം റിപ്പീറ്റിംഗ് ഇറ്റ്. കാരണം അത്ര ഒരു പീസ്ഫുള്ളാണ് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഈ കുറച്ച് കഴിയുമ്പോൾ ഈ സണ്ണൊക്കെ ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നല്ല ഡാർക്ക് ആവും. അപ്പം നല്ല തണുപ്പായിരിക്കും. ഭയങ്കര ഒരു ഫുൾ ടൈം വൈബ് തന്നെയാണ്. നമ്മളെ ട്രിവാൻഡ്രം പോലെ അല്ല. കോഴിക്കോടുള്ള ബീച്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു 24 hours ലൈവ്. ഇവിടെ നൈറ്റ് ലൈഫൊക്കെ ഞാൻ കൂടുതലും കേട്ടിട്ടുള്ളത് എറണാകുളം ആൻഡ് ട്രിവാൻഡ്രം ആണെന്നാണ്. പക്ഷെ ശരിക്കും നൈറ്റ് ലൈഫ് കോഴിക്കോട് ബീച്ചിലെ നൈറ്റ് ലൈഫാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. സോ യാ, ദാറ്റ്സ് ഇറ്റ്. കോഴിക്കോട് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. സോ അപ്പോൾ ആ ഓർമ്മയിൽ ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു മെമ്മറിയാണ് ഈ ഒരു ബീച്ച് എന്ന് പറയുന്നത്. കാരണം പല ടൈമുകളിലും എനിക്ക് ഈ ഒരു ബീച്ചിൽ വന്ന ഒരുപാട് കോളേജിൽ വിട്ടിട്ട് എപ്പോൾ സമയം കിട്ടുമ്പോഴേക്കും ഞാൻ ബീച്ചിൽ വരാറുണ്ട്. പിന്നെ അതിൽ അമ്മയും കുട്ടിയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ ബീച്ച് എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലാണ്. സോ ഇതാണ് ഒരു സെറ്റ് ചെയ്യുന്ന ടൈമാണ് കേട്ടോ. സെറ്റായി വരുന്നതേ ഉള്ളൂ. സൺ സെറ്റ് ചെയ്തിട്ടില്ല. ഭയങ്കര പീസ്ഫുൾ ആട്ടോ ഇവിടെ വന്നിരിക്കാനായിട്ട്. നമുക്ക് ഒരുപാട് ആളുകളെ കാണാൻ പറ്റും. അപ്പൊ ഭയങ്കര പീസ്ഫുൾ ആണ് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. കുറെ നേരം എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ തോന്നും ഇവിടെ ഇരിക്കുമ്പോ.